വെൽക്കം ടു ബാരി ബോയ്സ് ചാനൽ. ഇന്ന് ഞങ്ങൾ അക്കൗണ്ടിങ് സെഷൻ്റെ 8ാമത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റിനെ ಬಗ್ಗೆ നോക്കാം. അതിൽ മേജറായിട്ട് ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, മണി മെഷർമെൻറ്റ്, കോസ്റ്റ്, പീരിയോഡിസിറ്റി ഇങ്ങനത്തെ കോൺസെപ്റ്റിനെ ಬಗ್ಗೆ ഞങ്ങൾ സ്റ്റഡി ആക്കാം. ഇന്ന് അതിലുള്ള എനിക്കത്തെ ഒഴിഞ്ഞ കുറേ കോൺസെപ്റ്റിനെ ಬಗ್ಗೆ ഞങ്ങൾ ഇന്ന് നോക്കാം. ಈ ಕಾನ್ಸೆಪ್ಟ್ರ ಪ್ರಕಾರ ಇನ್ಕಮ್ ಅಲ್ಲಿ ಎಕ್ಸ್ಪೆನ್ಸ್ ಎಪ್ಪ ನಡೆದಿರು ಅಪ್ಪ ಅದರ ರೆಕಾರ್ಡ್ ಹಾಕೋಣ, ಆದರೆ ಪೈಸೆ ಬಂದಪ್ಪ ಅಲ್ಲ. ಫಾರ್ ಎಕ್ಸಾಂಪಲ್, ನಂಗೆ ಕಡೆ ಸೇಲ್ ಸೇಲ್ ಹಾಕಿರಂಟೆಂಗೆ ಇಂಡತ್ತೆ ನಾಳಿದ್ರೆ ರೆಕಾರ್ಡ್ ಹಾಕೋಣ, ಆದರೆ ಪೈಸಾ ಒಂದು ತಿಂಗಳು ಪಿನ್ನ ಬರ ಅಲ್ಲಿಂಗೆ ನಾಳೆ ಬರ ಅದು ಇಂಪಾರ್ಟೆಂಟ್ ಅಲ್ಲ. ಅದಕ್ಕೆ ಈ ತಿಂಗಳത്തെ ಸಂಬಳ കൊടുക്കുന്നത് എപ്പോൾ വേണമെങ്കാവ ആ ಸಂಬಳ ഈ തിങ്കളത്തെ ಖರ್ಚಿൽ ബുക്ക് ആക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടേക്ക് ಮ್ಯಾಚಿಂಗ್ ಕಾನ್ಸೆಪ್ಟ್. ಇದರರ್ಥ ಅಂದರೆ ಚೊಂದೆಂಗೆ ഒരു ರೆವೆನ್ಯೂಗಾയിട്ട് നടത്തിയ ಎಕ್ಸ್ಪೆನ್ಸಸ್ ಅದರೊಟ್ಟಿಗೆ ಸೇರ್ಪಾಡಿಟ್ಟು ಕಣಕಾಕೋಣ. ಫಾರ್ ಎಕ್ಸಾಂಪಲ್, ಏಪ್ರಿಲ್ ತಿಂಗಳಲ್ಲಿ ಸೇಲ್ ಟಾರ್ಗೆಟ್ ಆಗಿಟ್ಟು ಮಾರ್ಚಿൽ നടത്തിയ ಅಡ್ವರ್ಟೈಸ್ಮೆಂಟ್ ಅದರ ಖರ್ಚು ಏಪ್ರಿಲ್ ಸೇಲ್ರೊಟ್ಟಿಗೆ ಮ್ಯಾಚ್ ಹಾಕೋಣ. ಖರ್ಚು ಮಾರ್ಚಿലും ರೆವೆನ್ಯೂ ಏಪ್ರಿಲ್ ಹಾಕೋಗಿಲ್ಲ. ಈ ರೆವೆನ್ಯೂಗಾയിട്ട് ಖರ್ಚಾಕಿಯದಾയിട്ടിക്കറ് അതുകൊണ്ടിട്ട് ഏത് ಖರ್ಚು ഏത് ರೆವೆನ್ಯೂടെ ಟಾರ್ಗೆಟ್ ಹಾಕಿರು ಅದರೊಟ್ಟಿಗೆ ಆದರೆ ಬುಕ್ ಹಾಕೋಗಾയിട്ടിക്കറ്. ಕನ್ಸರ್ವೇಟಿಸಮ್ ಕಾನ್ಸೆಪ್ಟ್ ഇതെന്തൊരു ചൊന്നെങ്കിൽ ഞങ്ങളെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ മേൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ ಬಂಡೆ ರಿಸೀವಬಲ್ಡೆ ಮೇಲೆ ಡಿಸೈಡ್ ಆക്കാൻ എനിക്കത്തെ ഒരു ആക്ഷൻ ആയിട്ടിക്കറ്. എക്സാമ്പിൾ, ഒരു കസ്റ്റമർ റെഗുലർലി ആയിട്ട് അങ്ങനെ ബില്ല് 90% ಮಾತ್ರ ಸೆಟ್ಲ್ ಹಾಕ್ರೆ ಪ್ರಾಕ್ಟೀಸ್ ಇಂದೆಂಗೆ അങ്ങനെ ಪೆಂಡಿಂಗ್ ಉಳ್ಳೆ ರಿಸೀವಬಲ್ಡೆ ಮೇಲೆ ನಂಗೆ 100% ಕಿಟ್ರೆಂಟ್ ಕನ್ಸಿಡರ್ ಆಗೋಗಿಲ್ಲ. ನಂಗೆ ಅದರ ಮೇಲೆ ಬ್ಯಾಡ್ ಡೆಟ್ ಪ್ರೊವಿಷನ್ ಕ್ರಿಯೇಟ್ ಆಕೋಣ. ಇದಕ್ಕೆ മുന്നോലും ആ കസ്റ്റമർ ഞങ്ങൾക്ക് നിരന്തരമായിട്ട് 90% തന്നു എന്നത് കൊണ്ടിട്ടും ഞങ്ങൾ കറൻ്റ്ലി ഉള്ള അങ്ങനെ റിസീവബിൾഡും അതേ പെർസെൻറ്റേജിൽ ഞങ്ങൾ ಪ್ರೊವಿಷನ್ ಕ್ರಿಯೇಟ್ ಆಗಿ വെക്കണം. 100% ಬಂದು ಚೊಲ್ಲಣಿಕೆ ഞങ്ങൾ ಎಕ್ಸ್ಪೆಕ್ಟ್ ಹಾಕಿಬೇಕು ತೀರಾ. ನೆಕ್ಸ್ಟ್, ಫುಲ್ ಡಿಸ್ಕ್ಲೋಸರ್ ಕಾನ್ಸೆಪ್ಟ್. ಈ ಕಾನ್ಸೆಪ್ಟ್ ಅಂದರೆ ಚೊಂದೆಂಗೆ ಕಂಪನಿಯ ಮೇಲೆ ഏതെങ്കിലും കസ്റ്റമർ കേസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ಹಂಗಂದ್ರೆ ಕಾಂಪೋಸಿಷನ್ ಕೇಟಿಟ್ಟಿಂದೆಂಗೆ ಕರೆಂಟ್ ಇಯರ್ಲಿ ಅದು ಬರಲ್ಲ, ಬಟ್ ಫ್ಯೂಚರ್ಲಿ ಬಂಡೆ ಸಾಧ್ಯತೆ ಉಂಟಾಯಂಗೆ ಆದರೆ ನೋಟ್ಸು ಅಟ್ಲೀಸ್ಟ್ ರೆಕಾರ್ಡ್ ಹಾಕೋಣ. ಇದು ಕೇಸ್ಗೆ ಮಾತ್ರ ಅಲ್ಲ, ഇപ്പോൾ ഓണർ അല്ലെ സംബന്ധത്തങ്ങളുടെ അൺനോൺ പാർട്ടിയുടെ പേരിൽ എന്തിനായെങ്കിൽ ലോണെല്ലാം എടുത്തിട്ടിക്കറ് ആ ലോണിൻ്റെ കെട്ടത് നെക്സ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ആവുണ്ടായെങ്കും ഇതിരെ നോട്ടുകൾ റെഫർ ആക്കണം. ഇതായിട്ടിക്കറ് ಅಕೌಂಟಿಂಗ್ ಕಾನ್ಸೆಪ್ಟ್. ನಂಗಿಪ್ಪ ഒരു ಜಂಟ್ ಕೇಸರು ನೋക്കാം. ಕೇಸ್ 1, ಹೈಡಿಂಗ್ ಪೇಬಲ್. ಕಂಪನಿ ಕಡത്തിൽ ಪರ್ಚೇಸ್ ആക്കിയിട്ടിക്കറ് അയെങ്കിൽ ബാലൻസ് ഷീറ്റിൽ പേബലിലെ ഹൈഡാക്കി വെക്കറേ. കൊടുക്കുകയോ ഇല്ലാത്ത എനിക്ക് കമ്പനിക്ക് ലയബിലിറ്റി കുറച്ച് കാട്ടറേ. ഇങ്ങനത്തെ കേസ്. രണ്ടാമത്തെ കേസ് പ്രൊവിഷൻ്റെ മിസ്യൂസ് ആക്കറേ. ഇപ്പോൾ ಬ್ಯಾಡ್ ಡೆಟ್ಗೆ ಪ್ರೊವಿಷನ್ ಕ್ರಿಯೇಟ್ ಹಾಕೊಂಬೋ അല്ലെങ്കിൽ ಲೀಗಲಿ എനിക്കെന്താ ഇഷ്യൂക്ക് ಪ್ರೊವಿಷನ್ ಕ್ರಿಯೇಟ್ ಹಾಕೊಂಬೋದು ಆದರೆ ಎಕ್ಸ್ಪೆಕ್ಟೇಷൻ്റെ ಕಾನ ಓವರಾയിട്ട് ಪ್ರೊವಿಷನ್ ಕ್ರಿಯೇಟ್ ಆಗಿಟ್ಟು ಪ್ರಾಫಿಟ್ರೆ ಪರ್ಸೆಂಟೇಜ್ರೆ കുറച്ച് കാട്ടറേ. ഇത് കോൺസെപ്റ്റ് മിസ്യൂസ് ആയിട്ടിക്കറ്. ഇങ്ങനത്തെ കുറേ കേസുങ്ങ ഞങ്ങൾ ഫ്യൂച്ചറിൽ സ്റ്റഡി ആಕೊಂಡು ನೆಕ್ಸ್ಟ್ ಕ್ಲಾಸಿൽ ഞങ്ങൾ ಅಕೌಂಟಿಂಗ್ ಟೈಪ್ರ ಬಗ್ಗೆ ಡಿಸ್ಕಸ್ ಆക്കാം. Thank you.